യെസ് ക്യുസാറ്റ് 2024 അവരുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എക്സാമിന് ചെല്ലുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്. നമ്മുടെ അഡ്മിറ്റ് കാർഡിലാണ് നമ്മുടെ എക്സാം ഡേറ്റ്, ടൈം, എവിടെയാണ് നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ടത്, അതായത് എക്സാം സെൻറ്റർ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ക്യുസാറ്റ് തന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒന്നിലധികം ടെസ്റ്റുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അഡ്മിറ്റ് കാർഡ് എടുക്കണം കേട്ടോ. ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറൊരു ദിവസം ഉണ്ടാവാം. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് നമ്മളൊരു എക്സാമിന് കയറി കഴിഞ്ഞാൽ അതവിടെ കൊടുത്താൽ ഇൻവിജിലേറ്റർ അതവിടെ വാങ്ങി വെക്കും, തിരിച്ചു തരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമിന് വേണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടാവണം കേട്ടോ, അത് കൊണ്ടുപോയിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ മിക്കവരും ചിലപ്പോൾ കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ടായിരിക്കും എടുക്കുന്നത്. അതല്ല ഇൻ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണിൽ നോക്കാം നമ്മുടെ അഡ്മിറ്റ് കാർഡ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്കൊന്ന് മാറ്റിയിടാം. നമ്മുടെ ആ ഒരു പേജ് എടുക്കുമ്പോൾ മുകളിൽ 3 കുത്തുകൾ കാണുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നിന്നുള്ള ആ ഒരു ഇത് കാണിക്കും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. ഇതൊക്കെ കുറേ പേർക്ക് അറിയായിരിക്കും. അറിയാത്ത 1-2 പേരുണ്ടെങ്കിൽ അവർ വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത്. കാരണം ചിലവരെങ്കിലും പറയാറുണ്ട് എൻ്റെ അഡ്മിറ്റ് കാർഡ് കാണാൻ പറ്റാറില്ല എന്ന്. സോ അങ്ങനെയൊന്നും ചെയ്തു നോക്കേ, ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ വരണ്ട എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ admission.cusa.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നമുക്കൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യണത് എങ്ങനെയാണ്? നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡ് എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അപ്പോൾ അതും കൊടുത്ത് ആ ഒരു ക്യാപ്ചയും ഉണ്ടാവും, അതും എൻ്റർ ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ ക്യാപ്ച 5S32W എന്ന് കൊടുത്തേക്കുന്നുണ്ട്, അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അതും എൻ്റർ ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങൾ ധൃതിയിൽ ആ അടിക്കുന്ന ക്യാപ്ച തന്നെ ഒന്ന് കറക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാമായിട്ട് അതൊക്കെ ഒന്ന് അടിച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പറയുന്ന കാര്യം നമ്മുടെ അടുത്ത് ചേഞ്ച് പാസ്വേഡ് എന്നാണ്. കാരണം നമ്മുടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ്, പക്ഷെ എന്നാലും ഒരുപാട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ഒന്നും കൊടുക്കണ്ട. ഒരു ആൽഫ ന്യൂമറിക് സിമ്പിളൊക്കെ ഉള്ള സാധാരണ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലത്തെ ഒരു പാസ്വേഡ് കൊടുത്താൽ മതി. കാരണം ഇനി നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓർമ്മയിൽ വേണം. അല്ലെങ്കിൽ ആ 1 ടൈം പാസ്വേഡ് എനേബിൾ ആക്കിയിട്ടാലും മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പറും ഓൾഡ് പാസ്വേഡ് കൊടുക്കുക, ന്യൂ പാസ്വേഡ് കൊടുക്കുക, നിങ്ങളുടെ പുതിയ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഒരു ടാബുണ്ട് ബ്ലൂ കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പറഞ്ഞേക്കുന്നത്, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നും അഡ്മിറ്റ് കാർഡ് എന്നും പറഞ്ഞ് മുകളിൽ വന്ന് കിടപ്പുണ്ടാവും. പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കും. അഡ്മിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അഡ്മിറ്റ് കാർഡ് കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടിട്ട് ചെയ്ത് നോക്കുമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ആ 2 ടാബ് അവിടെ അങ്ങനെ കാണാം, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര്, സബ്ജക്റ്റ് നെയിം കാണിക്കും. നമ്മുടെ പേരല്ല, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് കാണിക്കും. ടെസ്റ്റ് കോഡ് കാണിക്കും. ടെസ്റ്റ് സെൻറ്റർ, ഓക്കെ, ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. എക്സാമിൻ്റെ ഡേറ്റും ഒക്കെ കാണിക്കും കേട്ടോ. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്, എവിടെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്, എക്സാമിൻ്റെ ഡേറ്റ്, ടൈമും എല്ലാം കാണിക്കും. എന്നിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഇതുപോലെ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടാവും, അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഇതാണ് കാണിച്ചേക്കുന്നത്. ഈ അഡ്മിറ്റ് കാർഡ് വന്നേക്കുന്ന ആളുടെ എക്സാം 12th May ആണ് പറഞ്ഞേക്കുന്ന എക്സാം എന്ന് പറയുന്നത്. ടെസ്റ്റ് കോഡ് 101 ആണ്. നമുക്കറിയാം ബിടെക്കിൻ്റെയൊക്കെ ടെസ്റ്റ് കോഡാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏതൊക്കെ സബ്ജക്റ്റിന് വരുന്നുണ്ടോ അവരെല്ലാം എഴുതേണ്ട ടെസ്റ്റ് കോഡാണ് 101 എന്ന് പറയുന്നത്. +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് കേട്ടോ. കാരണം ഇവിടെ MSc അവിടെയും വരുന്നുണ്ട്. സോ നമ്മളൊന്ന് പറയുവാണ്, 101 ടെസ്റ്റ് കോഡ് നമുക്കറിയാമല്ലോ, ബിടെക് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് കോഡ് വരുന്ന ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ പറയുന്നുണ്ട്, ഇഫ് എ കാൻഡിഡേറ്റ് ഹാവ് അപ്ലൈഡ് ഫോർ മൾട്ടിപ്പിൾ സബ്ജക്ട്, ഡിഫറെൻറ്റ് അഡ്മിറ്റ് കാർഡ് നീഡ് ടു ബി ഡൗൺലോഡ് ഫോർ ഈച്ച് സബ്ജക്റ്റ് ഓർ എക്സാം ഫ്രം ദ അഡ്മിറ്റ് കാർഡ് ടാബ് ആസ് മെൻഷൻ ബിലോ. അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്നിലധികം ടെസ്റ്റ് കോഡ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് നിങ്ങൾ രണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ 101ഉം 104ഉം ടെസ്റ്റ് കോഡ് ഉള്ളവർ, ആ എക്സാം എഴുതുന്നവർ 2 അഡ്മിറ്റ് കാർഡ് എടുക്കണം. അപ്പോൾ ദേ നീഡ് ടു അപ്പിയർ ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ഇൻ ദ ഫോർനൂൺ യൂസിങ് ദ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡ് ആൻഡ് അറ്റൻഡ് ദ ടെസ്റ്റ് ഫോർ ബയോളജി ഇൻ ദ ആഫ്റ്റർനൂൺ സെഷൻ യൂസിങ് ദ സെക്കൻഡ് അഡ്മിറ്റ് കാർഡ്. അപ്പോൾ 104 എഴുതുന്നവർ ഓർക്കുക, നിങ്ങൾ ആ ഒരു 2ഉം എഴുതണം. 101ഉം 104ഉം നിർബന്ധമായിട്ട് എഴുതണം. എന്നാൽ മാത്രമാണ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ്, ബയോളജിയാണ് അതിൽ വരുന്നത്. സോ അത് എഴുതാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഇനി ക്ലിക്ക് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ കൊടുത്തേക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ടെസ്റ്റ് കോഡുകൾ വന്നേക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക എത്ര അഡ്മിറ്റ് കാർഡ് ഉണ്ട്. 2 അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ 2 അഡ്മിറ്റ് കാർഡും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ 2 ടെസ്റ്റുകൾക്ക് പോകുമ്പോഴും ആ 2 ഓരോന്നിൻ്റെ ഏതാണോ അത് അവിടെ നിങ്ങൾ ഹാജരാക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മൊത്തത്തിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ ഏതൊക്കെ ടെസ്റ്റുകൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തേക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ അത് നോക്കുക അഡ്മിറ്റ് കാർഡിൽ എത്ര ഇത് വന്നിട്ടുണ്ട്, എത്ര അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ എക്സാമുകൾ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അഡ്മിറ്റ് കാർഡ് ക്യുസാറ്റ് 10th മെയ് LLM എഴുതുന്നവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ക്യുസാറ്റ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ഫോർ BTech അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലിക്ക് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ആസ് ഡീറ്റെയിൽഡ് ബിലോ ഫോർ ഈച്ച് ഷിഫ്റ്റ് സെഷൻ, അല്ലെങ്കിൽ ഈച്ച് സെഷനിലുമായിട്ട് എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളൊരു ഇതാണ് കാണിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. LLM എഴുതുന്നവർ, BTech നോക്കുന്നവർക്ക് രണ്ടിനായിട്ട്, അത് 2ഉം +2 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണല്ലോ. സോ അത് 2ഉം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 2ൻ്റെ അഡ്മിറ്റ് കാർഡ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് 2ഉം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഓർക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഡൗൺലോഡിങ് ദ അഡ്മിറ്റ് കാർഡ് ഓൾ ഹോൾ ടിക്കറ്റ് ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ഹെസ്. അതായത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ചിലവർ ഡൗൺലോഡ് ചെയ്തിടും, ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടും, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പ്രിൻ്റ് ഔട്ടൊക്കെ ഇപ്പോൾ എക്സാം ഇതിൻ്റെ തന്നെ 2 പ്രിൻ്റ് ഔട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ ഇനി അഡ്മിഷൻ്റെ സമയത്ത് എനിക്ക് ചോദിക്കുമെന്ന് എനിക്ക് ഓർമ്മയില്ല അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. അതായത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയാറുണ്ട് അല്ലേ, എല്ലാവർക്കും പറയാറുണ്ട് നമ്മൾ. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണല്ലോ നമുക്ക് അഡ്മിഷൻ ഷുവർ ആവുന്നത്. ഒരു അലോട്ട്മെൻറ്റ് വന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ 12th സർട്ടിഫിക്കറ്റും ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടെല്ലാം പറയുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ചോദിച്ചേക്കാം. എനിക്കതിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ അത് ചോദിക്കാറുണ്ട്, നമ്മൾ കീമിലൊക്കെ ചോദിക്കാറുണ്ട് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരെണ്ണം ഹോൾ ടിക്കറ്റ് കോളേജിൽ കൊടുക്കാനും, അതായത് അഡ്മിഷൻ സമയത്ത് കൊടുക്കാനും, ഒരെണ്ണം നിങ്ങളിപ്പോൾ ഈ എക്സാമിന് എഴുതാനും വേണ്ടി അങ്ങനെ ഒരു 2എണ്ണം എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ടൈമിൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ അഡ്മിറ്റ് കാർഡ് അന്വേഷിച്ച് നടന്നാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് എടുത്ത് വച്ചേക്ക് കേട്ടോ. ഇനി ഓൾസോ മേക്ക് ഷുവർ ടു റീഡ് ദ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡിങ് ദ അഡ്മിറ്റ് കാർഡ്. അതായത് അഡ്മിറ്റ് കാർഡിൽ എന്താണ് ഇൻസ്ട്രക്ഷൻ ഉള്ളതെന്നുള്ളത്, എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡിലുണ്ടാവും. അത് നന്നായിട്ട് വായിച്ചു നോക്കാനാണ് പറയുന്നത് കേട്ടോ. പിന്നെ ക്യുസാറ്റ് ഒരു ഇപ്പം നീറ്റിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പോലെ ഒരു നമ്മളുടെ ഇതൊന്നും പറയുന്നില്ല, ഒരു എങ്ങനെയായിരിക്കണം ഡ്രസ്സ് ചെയ്യേണ്ടത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ സിമ്പിളായിട്ട് വലിയ ബട്ടൺസ് ഒന്നും ഇല്ലാതെ, ഇപ്പോൾ അറിയാലോ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഒരു സാധാ രീതിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വർക്കുകളുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇങ്ങനെ നമ്മുടെ എക്സാം നമുക്ക് എളുപ്പമാക്കാനും നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എളുപ്പമാക്കാനും ഒക്കെ നല്ലത് അതാണ്. അപ്പോൾ സാധാരണ കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ എങ്ങനെയായിരിക്കും ഡ്രസ്സ്, അങ്ങനെ കുഴപ്പമുണ്ടോ ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളത്, സാധാരണ ക്യുസാറ്റ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വെക്കാറില്ല, ഇങ്ങനെ ഡേറ്റ്, ഇങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കോഡൊന്നും വെക്കാറില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ സാധാരണ രീതിയിൽ നമ്മൾക്ക് എക്സാം എഴുതാൻ ഈസി ആക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും ലൈറ്റ് ഷെയ്ഡാണ് നല്ലത്. ലൈറ്റ് ഷെയ്ഡ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെ നിങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതുക. വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ സ്റ്റിക്കർ വർക്കൊന്നുമുള്ള വാട്ടർ ബോട്ടിൽ, പ്ലെയിൻ വാട്ടർ ബോട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൽ സ്റ്റിക്കറൊന്നും പാടില്ല. അതൊക്കെ എല്ലാ എക്സാമുകൾക്കും അങ്ങനെയാണല്ലോ, അത് ഇത്ര വലിയ പ്രശ്നമാക്കിയൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെള്ളം എല്ലാവരും കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതിന് കുഴപ്പമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡു ഓർ ഡോൺസ് എന്നുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.